ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധിക കൊല്ലപ്പെട്ട സംഭവം. ബന്ധുവായ യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കുഴൂരിലെ കോഴിത്തീറ്റ ഫാക്ടറി അധികൃതരുടെ അനാസ്ഥ മൂലം കാടുകയറി നശിക്കുന്നു. കോടികൾ മുടക്കി സ്ഥാപിച്ച യന്ത്രങ്ങൾ തുരുമ്പെടുത്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് ഊരകം 7-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് തിരിച്ചുപിടിച്ചു. LDF സ്ഥാനാർത്ഥി VM മനീഷ് വിജയിച്ചത് 63 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. കോൺഗ്രസിനെ പിന്തള്ളി BJP 2-ാം സ്ഥാനത്ത്. കയ്പമംഗലം ബീച്ചിൽ ഗുണ്ടാവിളയാട്ടം. ബസ്സിനും വീടിനും നേരെ ആക്രമണം. ആക്രമണത്തിന് പിന്നിൽ ബൈക്കിലെത്തിയ സംഘം. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ പ്രതിയെ 20 വർഷം കഠിന തടവിന് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചു. 7 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ അയൽവാസിക്ക് 8 വർഷം തടവും 35,000 രൂപ പിഴയും ശിക്ഷ. ജില്ലയിൽ 3 മോഷണം. എടത്തുരുത്തിയിൽ വീട് കുത്തി തുറന്ന് പണം കവർന്നു. മറ്റത്തൂരിൽ സൂപ്പർ മാർക്കറ്റിൽ മോഷണം. പണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷണം പോയി. ഒല്ലൂക്കര ഡോൺ ബോസ്കോ കോളേജിൽ മോഷണം. വാർത്തകൾ വിശദമായി. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരിയുടെ മകൻ അറസ്റ്റിൽ. പടിഞ്ഞാറെ വെമ്പല്ലൂർ കുഴിലിങ്ങൽ ബസാർ ഏറാട്ട് വീട്ടിൽ സദാനന്ദന്റെ ഭാര്യ 67 വയസ്സുള്ള തങ്കമണിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് തങ്കമണിയുടെ സഹോദരിയുടെ മകൻ മാവേലി വീട്ടിൽ ശ്യാംലാലിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. നേരിയ മാനസിക അസ്വാസ്ഥ്യമുള്ള തങ്കമണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമത്തിനിടയിൽ തോർത്തുകൊണ്ട് വായ് മൂടിക്കെട്ടുകയും ഇതേ തുടർന്ന് വയോധിക ശ്വാസം മുട്ടി മരിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. കൊടുങ്ങല്ലൂരിലെ മോഡേൺ ആശുപത്രിയിൽ എത്തിക്കും മുൻപേ തങ്കമണി മരിച്ചിരുന്നു. പിന്നീട് സ്വാഭാവിക മരണമെന്ന നിലയിൽ മൃതദേഹം വീട്ടിലെത്തിച്ചു. ഇതിനിടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരിൽ ചിലർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് മതിലകം പോലീസ് അന്വേഷണം നടത്തി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുട്ടിയാണ് തങ്കമണി മരിച്ചതെന്ന് വ്യക്തമായതോടെ പോലീസ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊടുങ്ങല്ലൂർ DYSP സന്തോഷ് കുമാർ, മതിലകം പോലീസ് ഇൻസ്പെക്ടർ K നൌഫൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസന്വേഷണം നടത്തിയത്. പണമില്ലാതെയും കോടതി കയറിയും കുരുക്കിലായ കുഴൂരിലെ കോഴിത്തീറ്റ ഫാക്ടറി കെടുകാര്യസ്ഥതയിൽ കാടുകയറി നശിക്കുന്നു. കേരള പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോടികൾ മുടക്കി സ്ഥാപിച്ച യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് ഉപയോഗശൂന്യമായി. ഫാക്ടറിയുടെ ശേഷിക്കുന്ന നിർമ്മാണം നടത്താനും ഉൽപ്പാദനത്തിനും ഫണ്ട് ലഭ്യമല്ലെന്നാണ് സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ രേഖാമൂലം അറിയിച്ചിട്ടുള്ളത്. നവകേരള സദസ്സിൽ ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ പരാതിയിന്മേലാണ് മാനേജിംഗ് ഡയറക്ടർ മറുപടി നൽകിയിരിക്കുന്നത്. നിർമ്മാണത്തിനും ഉൽപ്പാദനം തുടങ്ങുന്നതിനുമുള്ള അസംസ്കൃത വസ്തുക്കൾക്കുമായി 18 കോടി രൂപയാണ് ആവശ്യമുള്ളത്. ഫാക്ടറിയുടെ നിർമ്മാണത്തിനായി HT കണക്ഷൻ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നതിനിടയിൽ ട്രയൽ റൺ നടത്തേണ്ട കരാറുള്ള സ്ഥാപനമായ സർവോടെക് ഇന്ത്യ എന്ന കമ്പനി ചില വാദങ്ങൾ ഉന്നയിച്ച് കോടതിയെ സമീപിച്ചു. ഈ കേസിൽ 2022 ഓഗസ്റ്റ് 26 കോടതി ഉത്തരവ് പ്രകാരം ട്രയൽ റൺ തുടരേണ്ടതാണ്. ഈ വിധിക്കെതിരെ കമ്പനി അപ്പീൽ നൽകിയതിന്റെ തീരുമാനം ഉണ്ടായിട്ടില്ലെന്നും മാനേജിംഗ് ഡയറക്ടർ വ്യക്തമാക്കുന്നു. കോഴി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് മിതമായ നിരക്കിൽ ഗുണനിലവാരമുള്ള കോഴിത്തീറ്റ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായി മണിക്കൂറിൽ 10 ടൺ ഉൽപ്പാദനശേഷിയുള്ള മിക്സിംഗ് പ്ലാന്റ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 1994 പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിനായി കുഴൂരിൽ 5.28 ഏക്കർ സ്ഥലം കോർപ്പറേഷന് വേണ്ടി വാങ്ങി. ഈ സ്ഥലത്ത് 2.17 കോടി രൂപ ചെലവഴിച്ച് കോഴിത്തീറ്റ ഫാക്ടറി നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടത്. 1996 സെപ്റ്റംബർ 2 സർക്കാർ അനുമതി നൽകി കൺസൾട്ടൻസി അടക്കമുള്ള എല്ലാ ചുമതലകളും കിറ്റ്കോയെ ഏൽപ്പിച്ചത്. പദ്ധതിയുടെ 65% ബാങ്ക് വായ്പയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ വായ്പ നൽകാൻ ബാങ്ക് വിസമ്മതിച്ചതോടെ കിറ്റ്കോ കൺസൾട്ടൻസി പ്രവർത്തനം തുടർന്നു പോയില്ല. തുടർന്ന് സർക്കാർ ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതി 1998 റിപ്പോർട്ട് നൽകി. ഫാക്ടറിക്ക് വേണ്ടി വാങ്ങിയ യന്ത്രങ്ങൾക്ക് മുൻകൂർ നൽകിയ തുക തിരിച്ചു കിട്ടുന്നതിന് ജൂലൈ 8 ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചെങ്കിലും 2011 പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനിച്ചത്. വിപണി സാധ്യതാ പഠനം പോലും നടത്താതെയാണ് കോഴിത്തീറ്റ ഫാക്ടറി ഉദ്ഘാടനത്തോടെ പൊലിഞ്ഞത്. സർക്കാർ സംവിധാനത്തിലെ കെടുകാര്യസ്ഥതയുടെ മികച്ച ഉദാഹരണമായി കുഴൂരിലെ കോഴിത്തീറ്റ ഫാക്ടറി കാടിനുള്ളിൽ തുരുമ്പെടുത്ത് തീരുകയാണ്. TCV മാള. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകം 7-ാം വാർഡിൽ നടന്ന വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അട്ടിമറി ജയം.
ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച VM മനേഷ് 63 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥിയായിരുന്ന മോഹനൻ വാഴപ്പിള്ളി മരണപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. UDFന്റെ സിറ്റിംഗ് സീറ്റ് LDF ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ പിടിച്ചെടുക്കുകയായിരുന്നു. ആകെയുള്ള 1142 വോട്ടിൽ 950 വോട്ടാണ് പോൾ ചെയ്തത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VM മനീഷിന് 346 വോട്ടും BJP സ്ഥാനാർത്ഥി മിഥുന് 253 വോട്ടും UDF സ്ഥാനാർത്ഥി ലിജോ പനക്കലിന് 246 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ NR രാജന് 73 വോട്ടും പാർവതിക്ക് 2 വോട്ടും ലഭിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന വോട്ടെണ്ണലിന് റിട്ടേണിംഗ് ഓഫീസർ BT ലൗസി, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ S സൂര്യകുമാരി എന്നിവർ നേതൃത്വം നൽകി. മുരളി പെരുന്നെല്ലി MLAയുടെ വാർഡ് കൂടിയായതിനാൽ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയായിരുന്നു തെരഞ്ഞെടുപ്പിന്. കഴിഞ്ഞ തവണ 1 വോട്ടിന് വിജയിച്ച വാർഡിൽ UDF ഇത്തവണ 3ാം സ്ഥാനത്തായി. 15 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ LDFന് 10 അംഗങ്ങളും UDFന് 2ഉം BJPക്ക് 2ഉം ഒരു സ്വതന്ത്രനുമാണ് ഉള്ളത്. മുല്ലശ്ശേരി ഊരകം ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയ ഇടതുമുന്നണി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. CPM ഏരിയ സെക്രട്ടറി CK വിജയൻ, ഇടതുമുന്നണി നേതാക്കളായ AK ഹുസൈൻ, VG സുബ്രഹ്മണ്യൻ, KP ആലി, AR സുഗുണൻ തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. കയ്പമംഗലം ബീച്ചിൽ ബസ്സിനും വീടിനും നേരെ ആക്രമണം. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ശ്രീ അയ്യപ്പ ഫിഷിംഗ് ഗ്രൂപ്പിന്റെ ബസ്സാണ് ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ചത്. റോഡിൽ ഇരിക്കുകയായിരുന്ന സന്തോഷ് എന്നയാളെയും സംഘം മർദ്ദിച്ചു. ഇതിനുശേഷം വഞ്ചിപ്പുര ബീച്ചിലെത്തിയ അക്രമികൾ കിഴക്കേടത്ത് ജയശാഖന്റെ വീടിന്റെ ജനൽ ചില്ലുകളും അടിച്ചു തകർത്തു. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ മേഖലയിൽ ചിലർ തമ്മിൽ വഴക്കും വാക്കേറ്റവും ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ബലമായി തടഞ്ഞുവെച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിക്ക് 20 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ആദൂർ ചുക്കിരിവളപ്പിൽ കുഞ്ഞിക്കണ്ണൻ എന്ന് വിളിക്കുന്ന രാകേഷിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി R മിനി ശിക്ഷിച്ചത്. 2020 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 12 വയസ്സുകാരനെ പ്രതി ആളൊഴിഞ്ഞ പറമ്പിലേക്ക് തന്ത്രപരമായി കൂട്ടിക്കൊണ്ടുപോയി തടഞ്ഞുവെച്ച് പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ES സീനത്ത് കോടതിയിൽ ഹാജരായി. പിഴത്തുക ഇരയ്ക്ക് നൽകുവാനും അതിജീവിതനെ അധിക ധനസഹായം നൽകുവാനും കോടതി വിധിച്ചു. 7 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡന ശ്രമത്തിന് ഇരയാക്കിയ കേസിൽ അയൽവാസിക്ക് 8 വർഷം തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പുന്നയൂർകുളം പാപ്പാളി ബീച്ച് സ്വദേശി കണ്ണാത്തുവീട്ടിൽ അനീഷിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി S ലിഷ ശിക്ഷിച്ചത്. 2020 കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് അശ്വതി, അഡ്വക്കേറ്റ് രഞ്ജിക ചന്ദ്രൻ എന്നിവർ കോടതിയിൽ ഹാജരായി. എടത്തുരുത്തിയിൽ വീട് കുത്തി തുറന്ന മോഷണം. എടത്തുരുത്തി സർവീസ് സഹകരണ ബാങ്കിനു സമീപം എലുവത്തിങ്കൽ ദേവസിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. അലമാരയിൽ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന 4,000 രൂപ മോഷണം പോയി. ദേവസിയുടെ ഭാര്യ ഫിലോമിന വീട് പൂട്ടി സഹോദരന്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഫിലോമിനയുടെ പേരമകൻ രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. ഇരുനില വീടിന്റെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. മുറിക്കകത്തെ അലമാരകളിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലാണ്. വീടിന്റെ മറ്റൊരു മുറിയിലെ സ്റ്റീൽ അലമാരയിൽ 10 പവനിലധികം സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അലമാര തുറക്കാത്തതിനാൽ സ്വർണം നഷ്ടപ്പെട്ടില്ല. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ഹോം എക്സ്പ്രസ് സൂപ്പർമാർക്കറ്റിൽ മോഷണം. പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും CCTVയുടെ DVRകൾ അടക്കമുള്ള സാമഗ്രികളും മോഷണം പോയി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. പിൻവശത്തുള്ള ഷട്ടർ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. CCTVയുടെ കേബിളുകൾ മുറിച്ചു മാറ്റിയ നിലയിലാണ്. ക്യാഷ് കൗണ്ടറുകൾ കുത്തി തുറന്ന് പണം കവർന്നിട്ടുണ്ട്. വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഒല്ലൂക്കര ഡോൺ ബോസ്കോ കോളേജിൽ മോഷണം. ഓഫീസ് റൂമിൽ സൂക്ഷിച്ച 6,000 രൂപ മോഷണം പോയി. ഫയലുകൾ വാരിവലിച്ചിട്ട നിലയിൽ കണ്ടെത്തി. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മണ്ണുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സിന്ധു അനിൽകുമാറിനെ അയോഗ്യയാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് സമർപ്പിച്ച ഹർജിയും തള്ളി. സിന്ധു അനിൽകുമാറിന്റെ പരാതി നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും തള്ളിയിരുന്നു. കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച സിന്ധു അനിൽകുമാർ
കൂറുമാറി ഇടത് പിന്തുണയോടെ പഞ്ചായത്ത് പ്രസിഡന്റായി എന്ന് ചൂണ്ടിക്കാട്ടി 7-ാം വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് അംഗം വിമല സേതുമാധവനാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ഇതിനിടയിൽ 2 വർഷത്തിലധികം സിന്ധു അനിൽകുമാർ പഞ്ചായത്ത് പ്രസിഡന്റായി തുടർന്നു. കഴിഞ്ഞ ജൂലൈയിലാണ് സിന്ധു അനിൽകുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയത്. ഉത്രാളിക്കാവ് പൂരത്തിന് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം അനുവദിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ ഇടപെടലിലൂടെയാണ് ടൂറിസം വകുപ്പ് തുക അനുവദിച്ചത്. നേരത്തെ മുൻവർഷങ്ങളിൽ ലഭിക്കേണ്ട തുക ലഭിക്കാതിരുന്നതിനാൽ ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ അപേക്ഷ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ ധനസഹായം അനുവദിച്ച് ഉത്തരവിറക്കിയത്. ഈ മാസം 27-നാണ് ഉത്രാളിക്കാവ് പൂരം. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞ് 3 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ ഇരിഞ്ഞാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കുറ്റവിമുക്തരാക്കി. മുൻ അഡ്മിനിസ്ട്രേറ്റർ KN രവീന്ദ്രനാഥൻ, മുൻ ചെയർമാൻ P തങ്കപ്പൻ, കമ്മിറ്റി അംഗങ്ങളായിരുന്ന കൃഷ്ണാനന്ദ ബാബു, KK രാജേഷ്, ബാലകൃഷ്ണൻ KP, സുബ്രഹ്മണ്യൻ, വനജ ധർമ്മരാജൻ, KP ജാദവേദൻ നമ്പൂതിരി, KG സുരേഷ്, ആന ഉടമസ്ഥൻ PA ജേക്കബ്, 1-ാം പാപ്പാൻ പ്രകാശൻ, 2-ാം പാപ്പാൻ കുട്ടൻ എന്നിവരെയാണ് പ്രതികൾക്കെതിരെയുള്ള കുറ്റം നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് ഇരിഞ്ഞാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അലീഷ മാത്യു കുറ്റവിമുക്തരാക്കി ഉത്തരവായത്. 2008-ലെ ഉത്സവത്തിനിടയിൽ ഏപ്രിൽ 23-ന് എഴുന്നള്ളിപ്പിന് ശേഷം ഉത്സവ കാഴ്ചക്കാരിൽ ഒരാളായ ഓച്ചിറ സ്വദേശി നൌഷാദ് ആനയുടെ കൊമ്പിൽ പിടിച്ചതിനെ തുടർന്നാണ് പോപ്സൺ ഉണ്ണികൃഷ്ണൻ എന്ന ആന ഇടഞ്ഞത്. 3 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. കേസിന്റെ വിചാരണ മധ്യേ ആന ഉടമസ്ഥനായ PA ജേക്കബ്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായ KN രവീന്ദ്രൻ എന്നിവർ മരണപ്പെട്ടിരുന്നു. ഉത്സവ കമ്മിറ്റിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ അഡ്വക്കേറ്റ് PV ഗോപകുമാർ, അഡ്വക്കേറ്റ് പയസ് ജോസഫ് ഐനിക്കൽ എന്നിവരും പാപ്പാന്മാർക്കായി അഡ്വക്കേറ്റ് AA ബിജുവും കോടതിയിൽ ഹാജരായി. ചാവക്കാട് നഗരസഭ 7-ാം വാർഡിൽ നഗരസഭാ ലൈസൻസ് പുതുക്കാതെ പ്രവർത്തിച്ചിരുന്ന മാംസവ്യാപാര കട നഗരസഭാ അധികൃതർ പൂട്ടിച്ചു. കേച്ചേരി മണലി പുതുവീട്ടിൽ റഫീഖ് അനധികൃതമായി നടത്തിവന്നിരുന്ന മാംസ വ്യാപാര സ്ഥാപനമാണ് നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം നഗരസഭാ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി സീൽ ചെയ്തത്. ആരോഗ്യ വിഭാഗം മേധാവി, ക്ലീൻ സിറ്റി മാനേജർ അഞ്ജു K തമ്പി, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ CM ആസിയ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ PT ബിജി തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കുരുമ്പക്കാവിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായ അശ്വതി കാവ് തീണ്ടൽ ഇത്തവണ കുംഭമാസത്തിലെ അശ്വതി നാളിലും മീനമാസത്തിലെ അശ്വതി നാളിലുമായി 2 തവണ നടക്കും. ചെറുഭരണി കുടിയേറ്റത്തിന് ശേഷം മീനമാസത്തിലെ ഭരണി നാളിന് മുൻപായി 2 അശ്വതി നാളുകൾ വരുന്നതിനാലാണ് 2 കാവുതീണ്ടൽ നടക്കുന്നത്. ആദ്യ അശ്വതി നാളായ മാർച്ച് 13-ന് പ്രതീകാത്മകമായി കാവുതീണ്ടൽ ചടങ്ങ് നടത്തണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ ദേവസ്വം അധികൃതർക്ക് കത്ത് നൽകി. ഇതുപ്രകാരം 13-ന് ഉച്ചയ്ക്ക് 12-നുള്ളിൽ അത്താഴപൂജ പൂർത്തിയാക്കി ക്ഷേത്രനട അടയ്ക്കും. തുടർന്ന് വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ കിഴക്കേനടയിലെ നിലപാട് തറയിൽ എഴുന്നള്ളുകയും കാവുതീണ്ടലിന് അനുവാദം നൽകുന്നതിന്റെ സൂചനയായി കോയ്മ ചുവന്ന പട്ടുകുട ഉയർത്തുകയും ചെയ്യുന്നതോടെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും ഓടി കാവുതീണ്ടൽ ചടങ്ങ് പൂർത്തിയാക്കും. 13 വർഷം മുൻപാണ് ഇത്തരത്തിൽ 2 കാവുതീണ്ടൽ നടന്നിട്ടുള്ളത്. മീനത്തിലെ തിരുവോണ നാളായ ഏപ്രിൽ 4-ന് കോഴിക്കല്ല് മൂടലും അശ്വതി നാളായ 9-ന് തൃച്ചന്ദന ചാർത്ത് പൂജയും അശ്വതി കാവുതീണ്ടലും നടക്കും. ഭരണി നാളായ 10-ന് ഭഗവതിക്ക് വരിയരി പായസം നിവേദിച്ച് വെന്നിക്കൊടി ഉയർത്തുന്നതോടെയാണ് ഭരണി ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത്. ഗുരുവായൂർ നഗരസഭയുടെ അത്യാധുനിക ബസ് ടെർമിനലിന്റെയും സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണോദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 3-ന് മന്ത്രി MB രാജേഷ് നിർവഹിക്കും. NK അക്ബർ MLA അധ്യക്ഷത വഹിക്കും. 18.5 കോടി രൂപ ചെലവിൽ 3 നിലകളിലായി 4777 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. 2 വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കെട്ടിട സമുച്ചയം നാടിനെ തുറന്നു നൽകും. നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് കാലപ്പഴക്കത്തെ തുടർന്ന് ജീർണിച്ച് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു മാറ്റിയാണ് പുതുക്കി പണിയുന്നത്. അപ്പൂപ്പന്റെ കല്ലറയിൽ QR കോഡ് സ്ഥാപിച്ച് കൊച്ചുമക്കൾ. വെണ്ടൂർ ചുങ്കത്ത് അളിക്കല ബേബിയുടെ കല്ലറയിലാണ് കൊച്ചുമക്കൾ QR കോഡ് പതിപ്പിച്ചിരിക്കുന്നത്. QR കോഡ് സ്കാൻ ചെയ്താൽ ബേബിയുടെ പേരക്കുട്ടികളോടും മക്കളോടും ബന്ധുക്കളോടുമൊപ്പമുള്ള വീഡിയോകളും ചിത്രങ്ങളും കാണാൻ കഴിയും. കഴിഞ്ഞ ഡിസംബർ 31-നാണ് ബേബി അന്തരിച്ചത്.
അപ്പാപ്പന്റെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും ചെയ്യണം എന്ന ചിന്തയിലാണ് പേരക്കുട്ടികളായ അലീന, അരോൺ, ഗ്ലോറിയ, ഗോഡ്വിൻ എന്നിവർ ചേർന്ന് QR കോഡ് തയ്യാറാക്കിയത്. അപ്പൂപ്പന്റെ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങളുടെ വീഡിയോ തയ്യാറാക്കുകയും അത് QR കോഡാക്കി കല്ലറയിൽ പതിപ്പിക്കുകയുമായിരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർ ഓർമ്മയായി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കല്ലറക്കെന്ന് പറഞ്ഞ ഒരാളെ ഓർമ്മിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു റാൻഡം തോട്ടായിട്ടാണ് വന്നത്. അപ്പോഴാണ് നമുക്കിങ്ങനെ അപ്പാപ്പൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റിയൊരു ഓപ്ഷന് വേണ്ടി ചിന്തിച്ചു. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി ഏർപ്പെടുത്തിയ ശ്രീ ശാസ്താ പുരസ്കാരവും സന്തോഷ് സ്മൃതി പുരസ്കാരവും പ്രഖ്യാപിച്ചു. ശ്രീ ശാസ്താ പുരസ്കാരത്തിന് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി മുൻ ജോയിന്റ് സെക്രട്ടറി A. പത്മനാഭനും സന്തോഷ് സ്മൃതി പുരസ്കാരത്തിന് തൈക്കാട്ടുശ്ശേരി വാര്യത്ത് മാധവ വാര്യരും അർഹരായി. ശാസ്താവിന്റെ രൂപം ആലേഖനം ചെയ്ത സ്വർണ്ണപ്പതക്കവും കീർത്തിഫലകവും പ്രശസ്തിപത്രവും പൊന്നാടയും ഉൾപ്പെടുന്നതാണ് ശ്രീ ശാസ്താ പുരസ്കാരം. 15,001 രൂപയുടെ ക്യാഷ് അവാർഡും കീർത്തിഫലകവും പ്രശസ്തിപത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് സന്തോഷ് സ്മൃതി പുരസ്കാരം. പൂരക്കൊടിയേറ്റ ദിവസമായ മാർച്ച് 17 വൈകിട്ട് നടത്തുന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ M. K. സുദർശൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPM-ലെ ഷാൻഡോ കൈതാരത്തിനെ തെരഞ്ഞെടുത്തു. LDF-ലെ ധാരണാപ്രകാരം CPI-ലെ KV ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. CPM സ്ഥാനാർത്ഥി ഷാൻഡോ കൈതാരത്തിന് 1-നെതിരെ 14 വോട്ടുകൾ ലഭിച്ചു. എതിർ സ്ഥാനാർത്ഥി BJP-യിലെ ഗീതാ ജയന് 4 വോട്ടുകൾ ലഭിച്ചു. 23-അംഗ ഭരണസമിതിയിലെ UDF പക്ഷത്തുള്ള 5 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശനവേദിയുടെ നേതൃത്വത്തിൽ സംവരണ വിരുദ്ധ പരാമർശമുള്ള പാഠപുസ്തക ഭാഗം കത്തിച്ച് പ്രതിഷേധിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി 2019 തയ്യാറാക്കിയ +1 സാമൂഹ്യ പ്രവർത്തനം പാഠപുസ്തകത്തിലെ സാമുദായിക സംവരണത്തെക്കുറിച്ചുള്ള ഭരണഘടനാ വിരുദ്ധമായ പരാമർശം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ശ്രീനാരായണ ദർശനവേദി പ്രതിഷേധം സംഘടിപ്പിച്ചത്. മനുഷ്യാവകാശ പ്രവർത്തകൻ ബാബുരാജ് ഭഗവതി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. NB അജിതൻ, TK ഗംഗാധരൻ, പ്രശാന്ത് ഈഴവൻ, സുഗുണ പ്രസാദ്, VM ഗഫൂർ, CV മോഹൻകുമാർ, ദിനേശ് ലാൽ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവശ്യ സാധനങ്ങളുടെ സബ്സിഡി നിർത്തലാക്കി വില വർദ്ധിപ്പിച്ച ഇടത് സർക്കാരിന്റെ നടപടിക്കെതിരെ വേലൂർ മാവേലി സ്റ്റോറിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മുൻ MLA TV ചന്ദ്രമോഹൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ VK രഘുസ്വാമി, ബിജോയ് ബാബു, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, PP യേശുദാസ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ അതിഥി തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ അനു മേരി സാം പകർച്ചവ്യാധികളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പൂക്കോട് ഹെൽത്ത് ഇൻസ്പെക്ടർ സോണി വർഗീസ്, MP ബിജു, രവി താനപ്പറമ്പിൽ, MP വിജിൽ എന്നിവർ നേതൃത്വം നൽകി. 75 അതിഥി തൊഴിലാളികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കൊടകര ആളൂർ കൽവരിക്കുന്ന റോഡിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി. റെയിൽപാതയ്ക്ക് സമാന്തരമായി കടന്നുപോകുന്ന റോഡിന്റെ 1 കിലോമീറ്ററിലേറെ ദൂരം വിജനമാണ്. ഇരുവശങ്ങളിലും കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്ന റോഡിൽ മാലിന്യ നിക്ഷേപവും പതിവാണ്. വൈകുന്നേരമായാൽ മദ്യപാനികൾ തമ്പടിക്കുന്നതിനാൽ ജോലി കഴിഞ്ഞു വരുന്ന സ്ത്രീകളും കുട്ടികളും ഭയപ്പാടോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത്. റോഡിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ റെയിൽവേയുടെ അനുമതി വേണമെന്ന സാങ്കേതിക തടസ്സം ഉയർത്തിക്കാട്ടിയാണ് പഞ്ചായത്ത് അധികൃതർ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാത്തതെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ വൈദ്യുതി ലൈൻ വലിക്കാതെ കേബിൾ വഴി കണക്ഷൻ നൽകിയ തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പെൻഷൻ കുടിശ്ശിക എത്രയും വേഗം നൽകണമെന്ന് ഗുരുവായൂരിൽ നടന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ സോണി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കവിതയ്ക്കുള്ള കാവ്യശിഖ അവാർഡ് ലഭിച്ച T ഗീത, കഥകളി സംഗീതത്തിന് ഇരിഞ്ഞാലക്കുട ഡോക്ടർ KM പിഷാരടി പുരസ്കാരം ലഭിച്ച NN കൊളുത്താപ്പുള്ളി എന്നിവരെ ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം K ഗോപിനാഥൻ, സെക്രട്ടറി KV രാമകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം KT ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാഷ അമ്മയാണെന്നും ഭാഷയ്ക്ക് ഭാവം നൽകുന്നതാണ് സംഗീതമെന്നും പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ അഭിപ്രായപ്പെട്ടു. കേന്ദ്രീയ സംസ്കൃത സർവകലാശാല ഗുരുവായൂർ ക്യാമ്പസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച PT കുര്യാക്കോസ് മാസ്റ്റർ അന്താരാഷ്ട്ര പ്രഭാഷണ പരമ്പര
ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്കൃത ഭാഷ കലരുന്ന ഗാനങ്ങൾക്ക് ആകർഷണീയത കൂടുതലാണെന്നും ഔസേപ്പച്ചൻ കൂട്ടിച്ചേർത്തു. ക്യാമ്പസ് ഡയറക്ടർ ശ്രീ ഗോവിന്ദ പാണ്ഡെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. PT കുര്യാക്കോസ് മാസ്റ്റർ സ്മാരക അന്താരാഷ്ട്ര പ്രഭാഷണ പരമ്പരയ്ക്ക് കോഴിക്കോട് NITയിലെ R. ശ്രീധരൻ നേതൃത്വം നൽകി. ഭാര്യയോടൊപ്പം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ വയോധികനെ കാണാനില്ലെന്ന് പരാതി. പുറനാട്ടുകര സ്വദേശി വട്ടംപറമ്പിൽ അർജുനനെയാണ് കാണാതായത്. ബന്ധുക്കൾ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ 9446668441 എന്ന നമ്പറിലോ 8943573274 എന്ന നമ്പറിലോ ഗുരുവായൂർ പോലീസിലോ വിവരമറിയിക്കുക. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള പകപോക്കലിനെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ മേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പൂലാനിയിൽ നടന്ന പരിപാടി കർഷക തൊഴിലാളി യൂണിയൻ കേന്ദ്ര കമ്മിറ്റി അംഗം ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി VD തോമസ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി CK ശശി, ഏരിയ പ്രസിഡന്റ് MM രമേശൻ, പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത തുടങ്ങിയവർ പങ്കെടുത്തു. വിൽപ്പനയ്ക്കായി എത്തിച്ച അപൂർവ ഇനത്തിൽപ്പെട്ട അരാപ്പൈമ മത്സ്യം കൗതുകമായി. ജില്ലാ പഞ്ചായത്തിന്റെ വിപണന കേന്ദ്രമായ പാഴിയോട്ടുമുറി കരിയന്നൂർ പാടശേഖരത്തിലെ മത്സ്യകന്യകയിലാണ് വിൽപ്പനയ്ക്കായി അരാപ്പൈമ മത്സ്യത്തെ കൊണ്ടുവന്നത്. മത്സ്യത്തിന് ഏകദേശം 50 കിലോഗ്രാം തൂക്കമുണ്ട്. സാധാരണ അലങ്കാര മത്സ്യമായാണ് അരാപ്പൈമയെ വളർത്തുന്നത്. പൂർണ്ണ വളർച്ചയുള്ള ഈ മത്സ്യത്തിന് 3 ലക്ഷം രൂപ വിലമതിക്കും. 5 ഇഞ്ച് വലിപ്പമുള്ള മത്സ്യക്കുഞ്ഞിന് 3000 രൂപയോളം വില വരുന്നുണ്ട്. വലിയ മത്സ്യപ്രദർശനങ്ങളിൽ പ്രധാന ഇനമാണ് അരാപ്പൈമ. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുരുക്കങ്ങലിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി താക്കോൽദാനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ സുനിത ബാലൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അസൈൻ, പഞ്ചായത്ത് അംഗങ്ങളായ വാർഡ് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശ യാത്രയ്ക്ക് പാവറട്ടി ബ്ലോക്ക് മേഖലയിൽ സ്വീകരണം നൽകി. പാവറട്ടി, എളവള്ളി, കണ്ടാണശ്ശേരി എന്നീ പഞ്ചായത്തുകളിലായാണ് സ്നേഹ സന്ദേശ യാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, അനിൽ അക്കര, CC ശ്രീകുമാർ, C വേണുഗോപാൽ, CM നൌഷാദ്, KS ദീപൻ, AT സ്റ്റീഫൻ തുടങ്ങിയവർ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകി. വെളുത്തൂരിൽ ശോചനീയാവസ്ഥയിലായി വീട്ടിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന് പുതിയ വീട് നിർമ്മിച്ചു നൽകി കരുനാഗപ്പള്ളി സ്വദേശി മാതൃകയായി. വെളുത്തൂർ നമ്പൂർക്കാവ് ക്ഷേത്രത്തിനു സമീപം മുപ്പശ്ശേരി രമണിക്കും കുടുംബത്തിനുമാണ് വീട് നിർമ്മിച്ച് കൈമാറിയത്. കരുനാഗപ്പള്ളി സ്വദേശി മുനീർ S അറയ്ക്കലാണ് 7 ലക്ഷം രൂപ ചെലവഴിച്ച് വീട് നിർമ്മിച്ചു നൽകിയത്. മുൻമന്ത്രി MA ബേബി, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, വെളുത്തൂർ വില്ലേജ് ഓഫീസർ പ്രീതി ഗോപാൽ, വാർഡംഗം ഷിമി ഗോപി, മുൻ മെമ്പർ ES രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് GLP സ്കൂളിന്റെ 121ാം വാർഷികാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. ആർട്ട് ഫെസ്റ്റ് ഉദ്ഘാടനം സിനി സീരിയൽ ആർട്ടിസ്റ്റ് മാസ്റ്റർ ലെസ്വിൻ ഉല്ലാസ് നിർവഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട് സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് രാജീവ് സുകുമാരൻ, ഹെഡ് മിസ്ട്രസ് സീന എന്നിവർ പങ്കെടുത്തു. തളിക്കുളം CMS UP സ്കൂൾ വാർഷികാഘോഷം തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുമന ജോഷി അധ്യക്ഷത വഹിച്ചു. ഗിന്നസ് റെക്കോർഡ് ജേതാവായ മുരളി നാരായണൻ വിശിഷ്ടാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ ജിയോ വർഗീസ്, വാർഡംഗം സന്ധ്യ മനോഹരൻ, PTA പ്രസിഡന്റ് സുമിത സജു തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് SC വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി കട്ടിൽ വിതരണം ചെയ്തു. പ്രസിഡന്റ് S ബസന്തലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുമന സുഗതൻ, ഷീജ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത തത്വദർശനങ്ങളെ ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി ശ്രീനാരായണ ദിവ്യ പ്രബോധനവും ധ്യാനവും നടത്തി.
ധ്യാനാചാര്യൻ ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികളെ പൂർണ്ണകുംഭം നൽകി യജ്ഞശാലയിലേക്ക് ആനയിച്ച് ആചാര്യവരണം നടത്തി. പഴുവിൽ വെസ്റ്റ് SNDP ശാഖ ഗുരുമന്ദിരത്തിൽ ശാന്തി ഹവന യജ്ഞവും നടത്തി. തുടർന്ന് യജ്ഞശാലയിൽ നിന്നുള്ള ദിവ്യജ്യോതിയുമായുള്ള ദിവ്യജ്യോതി പ്രയാണം ഗുരുമന്ദിരത്തിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്നും 1/2 കിലോ കഞ്ചാവുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിയന്നൂർ കോക്കൂർ സ്വദേശി കോഴിക്കൽ വീട്ടിൽ ഷമീം മുഹമ്മദ്, പൊന്നാനി മുതുകാട് സ്വദേശി കോഴിക്കൽ വീട്ടിൽ മുഹമ്മദ് ഹിലാൽ എന്നിവരെയാണ് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ഇരിഞ്ഞാലക്കുട പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ പ്രതികൾ വിദ്യാർത്ഥിനികൾക്കായി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ശൃംഖലയിലെ കണ്ണികളാണെന്ന് പോലീസ് പറഞ്ഞു. ഡിവൈഎസ്പിമാരായ N മുരളീധരൻ, കുഞ്ഞുമൊയ്തീൻ, SI ജയകൃഷ്ണൻ, സീനിയർ CPOമാരായ സൂരജ് V ദേവ്, മിഥുൻ R കൃഷ്ണ, നിശാന്ത്, ഷിൻഡോ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധിക കൊല്ലപ്പെട്ട സംഭവം. ബന്ധുവായ യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കുഴൂരിലെ കോഴിത്തീറ്റ ഫാക്ടറി അധികൃതരുടെ അനാസ്ഥ മൂലം കാടുകയറി നശിക്കുന്നു. കോടികൾ മുടക്കി സ്ഥാപിച്ച യന്ത്രങ്ങൾ തുരുമ്പെടുത്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് ഊരകം 7-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് തിരിച്ചുപിടിച്ചു. LDF സ്ഥാനാർത്ഥി VM മനീഷ് വിജയിച്ചത് 63 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. കോൺഗ്രസിനെ പിന്തള്ളി BJP 2-ാം സ്ഥാനത്ത്. കയ്പമംഗലം ബീച്ചിൽ ഗുണ്ടാവിളയാട്ടം. ബസ്സിനും വീടിനും നേരെ ആക്രമണത്തിന് പിന്നിൽ ബൈക്കിലെത്തിയ സംഘം. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ പ്രതിയെ 20 വർഷം കഠിന തടവിന് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചു. 7 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ അയൽവാസിക്ക് 8 വർഷം തടവും 35,000 രൂപ പിഴയും ശിക്ഷ. ജില്ലയിൽ 3 ഇടങ്ങളിൽ മോഷണം. എടത്തുരുത്തിയിൽ വീട് കുത്തി തുറന്ന് പണം കവർന്നു. മറ്റത്തൂരിൽ സൂപ്പർമാർക്കറ്റിൽ മോഷണം. പണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷണം പോയി. പുല്ലൂക്കര ഡോൺ ബോസ്കോ കോളേജിൽ മോഷണം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.